രാഹുൽ ഗാന്ധി ഒരു പ്രസംഗത്തിൽ സ്റ്റേറ്റിനെതിരെ പോലും സംസാരിച്ചു. ഇപ്പോൾ കേൾക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ പോവുകയാണെന്ന്. കേസെടുത്തല്ലോ, FIR ഇട്ടു. സിനു പറയുന്ന പോലെയല്ല, സ്റ്റേറ്റിനെതിരെ സംസാരിച്ചു എന്നുള്ളതല്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ്. നമ്മൾ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് RSSനും BJPക്കും എതിരെയല്ല, ഇന്ത്യക്കെതിരെയാണ്, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റേറ്റ് എന്നുള്ള പറയുന്ന ഈ വാക്കിൻ്റെ അർത്ഥം നോക്കിയിരുന്നു. അതിന് കാരണം നമ്മൾ മീനിങ് എടുത്ത് നോക്കാൻ കാരണം മനോരമ പത്രമാണ്. മനോരമ പത്രം ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു, അതായത് AICCയുടെ പുതിയ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജനുവരി 15 നടത്തിയ പ്രസംഗമാണ് പ്രശ്നം. ആ പ്രസംഗത്തിൽ പറഞ്ഞു, നമ്മൾ RSS BJP എന്നിവർക്കെതിരെ മാത്രമല്ല, ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. അത് റിപ്പോർട്ട് ചെയ്തിട്ട് മനോരമയ്ക്ക് പോലും അത് ശരിയായില്ല എന്ന് തോന്നിയിട്ട് മനോരമ പറഞ്ഞു, ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് നാക്കുപിഴയാണോ അതോ ഇനി വേറെന്തെങ്കിലും മീനിങ്ങിലാണോ എന്ന് മനോരമ ഒരാശങ്ക വാർത്തയ്ക്കകത്ത് തന്നെ കാണിച്ചു. പക്ഷേ രാഹുൽ ഗാന്ധി ഇതുവരെ ക്ലാരിഫൈ ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് BJP മോദി സർക്കാരിനെയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുകയാണ്. കോൺഗ്രസും മിണ്ടിയിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും അടിയന്തരാവസ്ഥക്കെതിരെയും ഏറ്റവും നിർണായകമായ പോരാട്ടം നടത്തിയ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രം മിനിഞ്ഞാന്ന് രാഹുൽ ഗാന്ധിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട്, ഇയാൾ നിരാശാബാധിതനായി അധികാരം കിട്ടാതെ വായിൽ തോന്നിയത് പറയുന്ന നിരുത്തരവാദി ആയ ഒരു രാഷ്ട്രീയക്കാരനാണ്, ഇയാളിൽ ഒരു പ്രതീക്ഷയും ഇനിയില്ല എന്ന് പറഞ്ഞ് എഡിറ്റോറിയൽ എഴുതി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ചർച്ചയല്ല, ഒന്നുമല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അന്ന് നമ്മുടെ പഴയ വീഡിയോയിൽ നമ്മൾ ഈ മനോരമ ഇത് മീനിങ് മാറി ഉപയോഗിച്ചതാണെന്നറിയാം. സ്റ്റേറ്റിൻ്റെ അർത്ഥമെടുത്ത് എല്ലായിടത്തും പറയുന്ന ഒരു ഭൂപ്രദേശം, അവിടെ ഒരു ജനത, അവരെ ഗവേൺ ചെയ്യുന്ന ഒരു നിയമം, ഇത്രയുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റായി. അത് മോദി സർക്കാരോ പിണറായി സർക്കാരോ മൊറാർജി സർക്കാരോ അല്ല, ഭരണകൂടമാണ്. ഭരണകൂടം സ്ഥിരമാണ്, അല്ലേ? അതെ, ഭരിക്കുന്ന ആളുകൾ മാറും, പക്ഷേ ഭരണകൂടം സ്ഥിരമാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യൻ സർക്കാരാണ്. അത് മോദി സർക്കാരല്ല, പിണറായി സർക്കാരുമല്ല. ഇനി രാജീവ് ഗാന്ധി വന്ന രാജീവ് ഗാന്ധിയുടെ സർക്കാർ. ഇനി നാളെ രാഹുൽ അബദ്ധവശാൽ ഇന്ത്യയുടെ നിർഭാഗ്യം കൊണ്ടെങ്ങാനും പ്രധാനമന്ത്രി ആയിപ്പോയാൽ അത് രാഹുലിൻ്റെ സർക്കാരുമല്ല, ഇന്ത്യ ഗവൺമെൻറ്റാണ്. ഇന്ത്യ എന്ന രാഷ്ട്രമാണ് സ്റ്റേറ്റ് എന്നുള്ള മീനിങ്ങിൻ്റെ അർത്ഥം. ആ സ്റ്റേറ്റിനെതിരെ കലാപം നടത്തണം, അതിനെതിരെ യുദ്ധം നടത്തണം എന്ന് പറഞ്ഞാൽ യുദ്ധം എങ്ങനെയാണ്? സമാധാനപരമാണോ? ആയുധമെടുത്താണ്, അല്ലേ? ആയുധമെടുത്ത് യുദ്ധം നടത്തണം എന്ന് പറയുന്ന ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം നടത്തണമെന്ന് ഇവിടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാവോവാദികളാണ്, നക്സലൈറ്റുകളാണ്. നക്സലൈറ്റുകളുടെ മുദ്രാവാക്യം രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിനെതിരെ റബല്യൻ, കലാപം നടത്താൻ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്യുകയായിരുന്ന പ്രസംഗം. അതുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് എന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന പഴയകാല പത്രം, അല്ലേ, ഏറ്റവും പഴക്കമുള്ള പത്രങ്ങളിലൊന്നായ ഇന്ത്യൻ എക്സ്പ്രസ് രാഹുൽ ഗാന്ധിക്കെതിരെ അതിനിശിതമായ വിമർശനം കാണിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ആസാമിലുള്ള മൊൻജിത് ചേതിയ എന്നൊരാൾ ആസാമിലെ ഗുവാഹട്ടിയിലെ പാൻ ബസാർ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. ഇന്ത്യയിലെ പുതിയ നിയമമുണ്ടല്ലോ, ഭാരതീയ ന്യായ സംഹിത, BNS, IPCക്ക് പകരം വന്ന BNSലെ സെക്ഷൻ 152, 197 1D ഈ വകുപ്പുകൾ പ്രകാരം രാഷ്ട്രത്തിനെതിരെ സായുധ കലാപത്തിന് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ്. അതിന് ഇത്രയും ദിവസമായിട്ട് ഒരു വിശദീകരണം പോലും താൻ പറഞ്ഞത് ഉദ്ദേശിച്ചത് അതല്ല എന്ന് പോലും രാഹുൽ ഗാന്ധി ക്ലാരിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനെതിരെ കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അത് രാജ്യവിരുദ്ധ പ്രവർത്തനമാണ്, രാജ്യദ്രോഹമാണ്. മാത്രമല്ല, ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആഹ്വാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരോടൊക്കെ പറയുന്നത് സർക്കാരിനെതിരെ യുദ്ധം നടത്താനാണ്. അത് ഇന്ത്യയുടെ പരമാധികാരം, ഇന്ത്യയുടെ ഐക്യം, ഇന്ത്യയുടെ ദേശീയ സുരക്ഷ എന്നിവയെ ബാധിക്കുമെന്നാണ് ഈ കേസിൽ പരാതിക്കാരൻ പറയുന്നത്. പരാതിക്കാരൻ്റെ മൊൻജിത് ചേതിയയുടെ കേസ് ആസാം പോലീസ് എടുത്തു, പരിശോധിച്ചു. അതിൽ പ്രഥമ ദൃഷ്ടിയാ കഴമ്പുണ്ടെന്ന് കണ്ടു, FIR ഇട്ടു. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് പോകും. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിശോധിക്കും, തെളിവുകൾ ശേഖരിക്കും, രാഹുൽ ഗാന്ധി ഹാജരാവാൻ പറയും. ഹാജരായില്ലെങ്കിൽ അറസ്റ്റിലേക്ക് പോകും. അറസ്റ്റിലേക്ക് പോയാൽ ഇത് ജാമ്യമില്ലാ കുറ്റമാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ രാഹുൽ ഗാന്ധി ജയിലിൽ കിടക്കേണ്ടി വരും, ഉറപ്പാണ്. നോൺ ബെയിലബിൾ ഒഫൻസാണ്. BNS 152,
197(1)(d) പ്രകാരമുള്ളത് FIR ഇട്ടിരിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരുപാട് കേസുകൾ, നാഷണൽ ഹെറാൾഡ് കേസിൽ അമ്മയും മോനും രണ്ടുപേരും ജാമ്യം എടുത്ത് പുറത്തിരിക്കുകയാണ്. എല്ലാ മോദിമാരും കള്ളന്മാരാണെന്നുള്ള മാനനഷ്ട കേസിൽ ജാമ്യം എടുത്ത് പുറത്തിരിക്കുകയാണ്. RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്ന് പറഞ്ഞതിന് സുപ്രീം കോടതി പോയി മാപ്പപേക്ഷിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് അതിൻ്റെ പേരിൽ കുറേ അഭ്യാസമൊക്കെ നടത്തി. അവസാനം കോടതി വിളിച്ച് വരട്ടേണ്ടി വന്നു. കോടതി നോക്കൂ, കോടതി പറഞ്ഞു മോദി കള്ളനാണെന്ന് കോടതി പറഞ്ഞു എന്ന് വ്യാജ പ്രസ്താവന നടത്തി. അവസാനം കോടതി ജീവിക്ക് പിടിച്ചപ്പോൾ മാപ്പപേക്ഷ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇത്രയും വൃത്തികെട്ട, നാവിന് എല്ലില്ലാത്ത, വിവരദോഷിയായ ഒരു നേതാവ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമില്ല. നമ്മൾ ആലോചിക്കണം, ഇയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ ഈ രാജ്യം ഇയാൾ വിൽക്കില്ലേ? ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കും. ഈ ഹർജിക്കാരൻ മൊഞ്ചത് ചെറിയ പറയുന്നുണ്ട്, ജനാധിപത്യ മാർഗങ്ങളിലൂടെ തനിക്ക് അധികാരത്തിലെത്താൻ പലതവണ ശ്രമിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ നിരസിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് ഭയങ്കര ഫ്രസ്ട്രേഷനാണ്, നൈരാശ്യം ബാധിച്ച് എങ്ങനെയെങ്കിലും രാജ്യത്തെ തകർക്കുക. ചിലരുണ്ടല്ലോ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ നശിപ്പിച്ച് കളയും, എനിക്ക് കിട്ടാത്ത ഭരണം ഞാൻ ഇനി അംഗീകരിക്കില്ല. കാരണം ഇയാളുടെയൊക്കെ മനസ്സിലുള്ള ധാരണ, എൻ്റെ അപ്പൻ്റെ അമ്മ, അവരുടെ അപ്പൻ, ഇവരൊക്കെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്നു. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർഷിപ്പ്. ഈ രാജ്യം ഞങ്ങൾക്ക് കുടുംബസ്വത്തായി കിട്ടിയതാണ്, ഞങ്ങൾക്ക് വേണം ഭരിക്കാൻ. ഇനി കഴിഞ്ഞിട്ട് എനിക്ക് മക്കൾ ഉള്ളത് നമുക്കറിയില്ല, വേറെ മക്കളുടെ കഥയൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ പ്രിയങ്ക, ഇങ്ങനെ കാലങ്ങളായി ഇങ്ങനെ തലമുറ കൈമാറിക്കൊണ്ട് പോകേണ്ട ഒന്നതാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദം എന്നുള്ള മോഹം 3 തവണ ഇന്ത്യൻ ജനത പുറങ്കാലിന് തട്ടി തെറിപ്പിച്ചു. അതിൻ്റെ നിരാശ കൊണ്ട് എന്തോ മനോരോഗം വന്നതുപോലെയാണ് ഈ മനുഷ്യൻ പെരുമാറുന്നത്. ഞാനിപ്പോൾ ആലോചിക്കട്ടെ, പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് R ബാലകൃഷ്ണപിള്ള എറണാകുളത്താണെന്ന് തോന്നുന്നു ഒരു പ്രസംഗം നടത്തി. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയായിരുന്നു വിഷയം. പഞ്ചാബിന് കൂടുതൽ സഹായം കൊടുക്കുന്നു, കേരളത്തിന് സഹായം കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഞ്ചാബ് മോഡൽ സ്വീകരിക്കേണ്ടി വരും. അന്ന് പഞ്ചാബിൽ ഈ ഖലിസ്ഥാൻ വാദം വലിയ കൊടുമ്പിരിക്കൊണ്ടിരുന്ന് പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് ഏറ്റുമുട്ടലൊക്കെ നടക്കുകയാണ്. തീവ്രവാദ പ്രവർത്തനം ശക്തമായിരുന്ന കാലത്താണ് ബാലകൃഷ്ണപിള്ള ഇങ്ങനെ പ്രസംഗിക്കുന്നത്. ബാലകൃഷ്ണപിള്ളയുടെ ആ പ്രസംഗത്തെ വലിയ വിവാദമായി, പത്രങ്ങളിൽ വാർത്തയായി. അല്ല, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഇവിടെ റിപ്പോർട്ട് ചെയ്തു പോലില്ല. ഒരു ചാനലിലെ രാത്രി ഇരുന്ന് തൊള്ള കയറി നിലവിളിക്കുന്ന കുറേ കോന്തന്മാരുണ്ടല്ലോ, ചാനൽ ജഡ്ജിമാർ, ഇവന്മാരാരും കണ്ടിട്ടില്ല രാഹുൽ ഗാന്ധി നടത്തിയ ഈ പ്രസ്താവന. മോദി എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളുടെ കെട്ടുതാലി പിടിച്ച് കൊടുക്കും, നിങ്ങളുടെ ഭൂമി പിടിച്ചെടുത്ത് കൊടുക്കും. ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ആദ്യ അവകാശികൾ മുസ്ലിമുകളാണെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലൊക്കെ ഇവിടെ ഗീർവാണം അടിച്ച് അട്ടഹസിക്കുന്ന കുറേ കോന്തന്മാരുണ്ടല്ലോ നമ്മുടെ ചാനലിൽ. ഇവരെന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? ഒരക്ഷരം ഇടുന്നില്ല. അപ്പോൾ അന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഇവിടുത്തെ പത്രങ്ങളിൽ വാർത്തയായി. അത് രാജ്യത്തിനെതിരാണ്, ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കാനുള്ള ആഹ്വാനമാണെന്ന് കണ്ടിട്ട് കേസുണ്ടാവുകയും ബാലകൃഷ്ണപിള്ള രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അത് കാരണം അദ്ദേഹം ഭരണഘടനാ പദവിയുള്ള, ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയും MLA ആയിരുന്നു ബാലകൃഷ്ണപിള്ള. നമ്മുടെ ഭരണഘടനയെക്കുറിച്ചൊരു വിവാദ പരാമർശം നടത്തിയപ്പോൾ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നില്ലേ, കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞപ്പോൾ? അതെ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ് അംഗം, പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് തന്നെ വന്നിട്ട് പറയുകയാണ് എന്ത്, ഈ രാജ്യത്തെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ യുദ്ധം നടത്തണമെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി ഈ പറയുന്നത് വെറുതെ ഒന്നുമല്ല. രാഹുൽ ഗാന്ധി പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അമേരിക്കയിൽ ആൻഡേഴ്സൻ്റെ ഹിൻഡൻബർഗ് പൂട്ടിയില്ലേ? അതെ. ഹിൻഡൻബർഗ് പൂട്ടിയത് ഇന്ന് നരേന്ദ്രമോദിയെ ഒന്നുമല്ല, ട്രംപ് ഇന്ന് വരുന്നു അല്ലേ? അതെ. ട്രംപ് ഇന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിട്ട് വരുന്നു. ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആൾ തുടങ്ങിയ ഹിൻഡൻബർഗ് ഒരു സോറോസ് ഫണ്ടഡ് കമ്പനിയായിരുന്നു. ആ സോറോസ് ഫണ്ടഡ് കമ്പനിയാണ് ഇന്ത്യയിലെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി, ഇന്ത്യയിലെ കമ്പനികളെ തകർക്കാൻ വേണ്ടി, അദാനിയെ തകർക്കാൻ വേണ്ടി നിരന്തരം വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാൻ തീരുമാനിച്ചത്. ഈ അദാനി തകർന്നാൽ ഇന്ത്യൻ സമ്പദ്ഘടന തകരും, ഇന്ത്യൻ വ്യവസായികൾ വളരരുത്. അതിനുള്ള ശ്രമമാണ് ഹിൻഡൻബർഗ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ത് പറ്റി? അദാനിക്ക് ഹിൻഡൻബർഗിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആൻഡേഴ്സൺ പറയുന്നത്, ഞാൻ ഇന്ത്യൻ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല, ഞാൻ അമേരിക്കൻ കമ്പനിയാണ്. അപ്പോൾ അദാനി ആരാമോൻ? അദാനി തീരുമാനിച്ചു ഞാൻ അമേരിക്കയിൽ പോയി ഒരു കമ്പനി തുടങ്ങാൻ പോവാം. അദാനി എന്ന പേരിൽ അമേരിക്കയിൽ ഒരു കമ്പനി തുടങ്ങി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു? ആ കമ്പനി ആൻഡേഴ്സണെതിരെ, ഹിൻഡൻബർഗിനെതിരെ കേസ് കൊടുക്കും എന്ന് വന്നപ്പോൾ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടി. മാത്രമല്ല, ഡീപ് സ്റ്റേറ്റിനെ തകർക്കും. ഇന്ന് അധികാരം ഏറ്റെടുത്താൽ ആദ്യം തീരുമാനമെടുക്കുന്ന 5 കാര്യങ്ങളിലൊന്ന് ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനുള്ളതായിരിക്കുമെന്ന്
ട്രംപ് പറഞ്ഞിട്ടുണ്ട്, വളരെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ട്രംപ് അധികാരമേൽക്കുന്നതിന് ഒരാഴ്ച മുമ്പേ ഹിൻഡൻബർഗ് പൂട്ടി. ഹിൻഡൻബർഗ് പൂട്ടുന്നതിന് മുമ്പ് ആൻഡേഴ്സൻ്റെ പത്രക്കുറിപ്പിൽ എന്താ പറഞ്ഞത്? എൻ്റെ പ്രൊജക്റ്റുകളെല്ലാം നടപ്പാക്കി കഴിഞ്ഞു, ഇൻക്ലൂഡിങ് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള എൻ്റെ പ്രൊജക്റ്റുകൾ ഞാൻ നടപ്പാക്കി. എന്താ ബംഗ്ലാദേശിലെ പ്രൊജക്റ്റ്? അവിടുത്തെ സർക്കാരിനെ അട്ടിമറിച്ച് യൂനിസ് എന്നുള്ള കഴുതയെ അധികാരത്തിൽ കൊണ്ടുവരണം. അത് നടന്നു. ഇന്ത്യയിൽ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പക്ഷേ പ്രൊജക്റ്റ് നരേന്ദ്രമോദി സർക്കാർ, അദാനി അതിജീവിച്ചു. ഇനി മുന്നോട്ട് പോയാൽ ട്രൗസർ കീറും എന്ന് മനസ്സിലാക്കി ആൻഡേഴ്സൺ കട പൂട്ടി. അപ്പോൾ ഈ ആൻഡേഴ്സൺ പറഞ്ഞിരുന്ന അജണ്ടയാണ് നിരന്തരം ഇവിടെ ആര് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? രാഹുൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡേഴ്സന് പൈസ കൊടുക്കുന്ന ആരാണ്? ജോർജ് സോറോസ് ആണ്. ജോർജ് സോറോസിൻ്റെ ഇന്ത്യയിലെ മൈക്കോ നാവോ ഒക്കെയായി പ്രവർത്തിച്ച് ഇന്ത്യയെ തകർക്കുക, ബംഗ്ലാദേശിനെ തകർത്തതുപോലെ ഇന്ത്യയെ തകർക്കാനുള്ള അജണ്ടയാണ് താൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ ഈ മരയൂള, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ഈ പറഞ്ഞത്, പക്ഷേ ഇന്ത്യയെ തകർക്കണം എന്ന് പറയുന്ന ഒരാളെ മരയൂള എന്ന് നമ്മൾ വിളിക്കുന്നത് മിനിമം മര്യാദ കൊണ്ടാണ്. വിളിക്കേണ്ട പേരാതൊന്നുമല്ല. രാജ്യദ്രോഹിയായ മനുഷ്യനെ അത്രയെങ്കിലും വിളിച്ചില്ലെങ്കിൽ ഒരു ദേശാഭിമാനിയായ എനിക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചത്. ഈ മരയൂള ശ്രമിക്കുന്നത് ഇന്ത്യയെ തകർക്കാനാണ് എന്ന് അറിയാതെ പറഞ്ഞുപോയി. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ വന്ന കേസ് പോലെയൊന്നുമല്ല. രാജ്യദ്രോഹ കേസാണ്. അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടത്തില്ല. FIR ഇട്ട് കഴിഞ്ഞു. FIR ഇട്ടിരിക്കുന്നത് ആസാമിലെ പോലീസാണ്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ പോലീസാണ്. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ ഒരിക്കൽ രാഹുൽ ഗാന്ധിയെ കാണാൻ രാഹുൽ ഗാന്ധിയുടെ നമ്പർ 10 ജൻപതിൽ പോയി. അവിടെ ചെന്നപ്പോൾ പുറത്ത് കാത്തിരിക്കാൻ പറഞ്ഞു. 2 മണിക്കൂറോ മറ്റോ കാത്തിരുന്ന് കഴിഞ്ഞിട്ട് അകത്ത് കയറ്റിയിരുന്നിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് കൊടുത്തു. ആ ബിസ്ക്കറ്റ് രാഹുൽ ഗാന്ധിയുടെ പട്ടി കഴിച്ചുകൊണ്ടിരുന്ന ബിസ്ക്കറ്റായിരുന്നു. ഹിമന്ത ബിശ്വ അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നേരെ BJP ചേർന്നു. ആ ഹിമന്ത ബിശ്വ ശർമ്മയുടെ പോലീസാണ് രാഹുൽ ഗാന്ധിയുടെ രാജ്യദ്രോഹ കേസിൽ FIR ഇട്ടിരിക്കുന്നത്. അന്വേഷണം നടക്കും, അറസ്റ്റ് ഉണ്ടായാൽ കോടതിയിൽ പോകാതെ ജാമ്യം കിട്ടത്തില്ല. ചരിത്രത്തിലാദ്യമായി ഒരു പക്ഷേ തീഹാർ ജയിലിൻ്റെ അകം രാഹുൽ ഗാന്ധി കാണും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.